ഹലോ നമസ്കാരം സൈയാർട്സ് ആണ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു ചെറിയൊരു ടൈപ്പോഗ്രാഫി ആനിമേഷൻ ആണ്. കുറച്ച് ദിവസം ഞാൻ വീഡിയോസ് ഇട്ടില്ല, കാരണം എന്നാൽ കുറച്ച് വർക്കിൻ്റെ തിരക്കിലായതുകൊണ്ടാണ് ഞാൻ വീഡിയോസ് ഒന്നും ഇടാഞ്ഞത്. അപ്പോൾ ഇന്ന് ഒരു ചെറിയ ടിപ്സാണ് ടെക്സ്റ്റ് ടൈപ്പോഗ്രാഫി ആനിമേഷൻ. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പം ഒരു പുതിയ കോമ്പോസിഷൻ എടുക്കാം. അവിടെ ജസ്റ്റ് ഞാനൊരു ഫൈനൽ എന്ന് പറഞ്ഞ് പേര് കൊടുക്കുന്നു. അതിനുശേഷം വീണ്ടും ഞാനൊരു കോമ്പോസിഷൻ ക്രിയേറ്റ് ചെയ്യുന്നു. ടെക്സ്റ്റ് എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്യുന്നു. ജസ്റ്റ് അതിൻ്റെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യുക, 125. ജസ്റ്റ് എന്ത് ചെയ്യുക, ഓക്കെ കൊടുക്കുക. കൊടുത്തതിന് ശേഷം ഞാൻ ലെയർ ന്യൂ ടെക്സ്റ്റ് എടുക്കുന്നു. ജസ്റ്റ് സൈയാർട്സ് എന്ന് പറഞ്ഞ് കൊടുക്കുന്നു. അതിനുശേഷം അലൈൻമെൻറ്റ് ചെയ്യുക. അലൈൻ ജസ്റ്റ് ആഡ് ചെയ്യുക. ജസ്റ്റ് അലൈൻ ജസ്റ്റ് ഇവിടെ ഇല്ല എങ്കിൽ നമുക്ക് വിൻഡോയിൽ പോയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അലൈൻ ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും നമുക്ക്. അതിനുശേഷം ടെക്സ്റ്റിൻ്റെ കളർ നമുക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാം. ഞാൻ യെല്ലോ കളർ കൊടുക്കുന്നു. കൊടുത്തതിന് ശേഷം ഞാൻ ഫൈനൽ എന്ന് പറഞ്ഞ കോമ്പോസിഷനിൽ വന്നതിന് ശേഷം നമ്മുടെ ഫൈനൽ ടെക്സ്റ്റ് എന്ന കോമ്പോസിഷൻ ഡ്രാഗ് ചെയ്ത് ഫൈനലിലേക്ക് ഇടുക. അതിനുശേഷം ജസ്റ്റ് റൊട്ടേഷൻ എടുക്കുക, 90 ഡിഗ്രി കൊടുത്തതിന് ശേഷം എഫക്ട്സ് ആൻഡ് പ്രീസെറ്റ് പോയിട്ട് മോഷൻ ടൈൽ എന്ന് പറയും. മോഷൻ ടൈൽ ജസ്റ്റ് ഡ്രാഗ് ചെയ്ത് ഇതിലേക്ക് ഇടുക, നമ്മുടെ സൈയാർട്സ് എന്ന് പറഞ്ഞാൽ ടെക്സ്റ്റിലേക്ക് ഇടുക. അതിനുശേഷം അതിൻ്റെ ഹൈറ്റ്, ഔട്ട്പുട്ട് ഹൈറ്റ് എന്ത് ചെയ്യുക, അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, ജസ്റ്റ് ഒന്ന് സ്കെയിൽ ചെയ്ത് കൊടുക്കുക, കാരണം ഈ എഡ്ജ് കട്ടിങ് കിടപ്പുണ്ട് രണ്ട് സൈഡിലും. അതൊന്ന് കവർ ചെയ്യാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് സ്കെയിൽ ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ, അതിനുശേഷം ആ ടെക്സ്റ്റ് എന്ന കോമ്പോസിഷൻ ഫയൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, പ്രീ കോമ്പോസ് കൊടുക്കുക. അതിന് പാറ്റേൺ എന്ന് പറഞ്ഞ് ഞാൻ സേവ് ചെയ്യുന്നു. ജസ്റ്റ് ഓക്കെ എടുക്കുക. കൊടുത്തതിന് ശേഷം ഇവിടെ വന്നിട്ട് CC സിലിണ്ടർ കൊടുക്കുക. അതിനുശേഷം അവിടെ റൊട്ടേഷനിൽ വന്നിട്ട് ഒരു -90 കൊടുക്കുന്നു. ഞാൻ ജസ്റ്റ് റൊട്ടേഷൻ X ഇങ്ങനെയൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കുന്നു. അതിനുശേഷം ലൈറ്റിൽ വന്നിട്ട് ഞാൻ ലൈറ്റ് ഇൻറ്റൻസിറ്റി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്നു. ഓക്കെ, ഒരു 125-95 ഒക്കെ കൊടുക്കുക. അതിനുശേഷം ലൈറ്റ് ഹൈറ്റ് ഒരു 20. ഓക്കെ, അതിനുശേഷം ലൈറ്റ് ഡയറക്ഷൻ ഒരു -. ഓക്കെ, ഷെയ്ഡിങ്ങിൽ പോയിട്ട് ജസ്റ്റ് ആംബിയൻസ് 63, സ്പെക്കുലർ 0, അതേപോലെ തന്നെ മെറ്റലും 0 അപ്ലൈ ചെയ്യാം. അപ്പോൾ എനിക്ക് കിട്ടുന്ന ഔട്ട് ഇങ്ങനെയാണ്. അപ്പോൾ നമുക്ക് ഡയറക്ഷൻ, ലൈറ്റിൻ്റെ ഡയറക്ഷൻ മാറ്റുന്നതനുസരിച്ച് കണ്ടോ ക്വാളിറ്റിയിൽ ചേഞ്ച് ആവും. ലൈറ്റ് എവിടേക്കാണോ വന്ന് വീഴുന്ന അറിയാൻ പറ്റും. കണ്ടോ, ഞാനൊരു -40 തന്നെ കൊടുക്കുന്നു. അതിനുശേഷം നമുക്ക് റൊട്ടേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അനിമേഷൻ വർക്ക് ചെയ്യുന്നത് ഇങ്ങനെയാണ്. കണ്ടോ, അപ്പോൾ ഇവിടെ റൊട്ടേഷൻ ജസ്റ്റ് കഴിഞ്ഞിട്ട് ആൾട്ട് പ്രസ് ചെയ്ത് ക്ലിക്ക് ചെയ്യുന്നു. ജസ്റ്റ് ടൈം *25. ഓക്കെ, ജസ്റ്റ് ഞാൻ പ്ലേ ചെയ്യണമെങ്കിൽ എനിക്ക് അനിമേഷൻ വർക്ക് ചെയ്യുന്നത് ഇങ്ങനെയാണ്. കണ്ടോ, ഓക്കെ. ഇനി ഞാൻ ടെക്സ്റ്റ് കോമ്പോസിഷനിൽ പോയതിന് ശേഷം ഇവിടെ സൈയാർട്സ് എന്ന ടെക്സ്റ്റ് ഉണ്ട്. ഇനിയിപ്പോൾ ഞാൻ അഡീഷണൽ ഫ്രണ്ടിൽ ഹായ് എന്ന് പറഞ്ഞൊരു ടൈപ്പ് ചെയ്യുന്നു. ടൈപ്പ് ചെയ്യുന്ന സ്പേസ് ഇട്ടതിന് ശേഷം ഇപ്പോൾ സൈയാർട്സ് എന്ന ടെക്സ്റ്റ് മാത്രം സെലക്ട് ചെയ്തിട്ട് വേറൊരു കളർ പാറ്റേണിലും കൂടെ കൊടുക്കുന്നു. ഓക്കെ കൊടുക്കും. ഇനി ഞാൻ ഫൈനൽ കോമ്പോസിഷനിൽ വന്നു കഴിഞ്ഞാൽ കണ്ടോ, സെപ്പറേറ്റ് കളറിലേക്ക് നമുക്കതിനെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 2 കളർ അഡീഷണൽ ആയിട്ടുള്ള കളർ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, കൊടുത്ത് നമുക്ക് ഇതിനെ അനിമേറ്റ് ചെയ്യാൻ പറ്റും. ഡിഫറൻസ് കാർഡുള്ള കളർ കൊടുക്കാം. അപ്പോൾ ആ രീതിയിലുള്ള അനിമേഷൻസ് എല്ലാം നമുക്കിവിടെ ചെയ്തെടുക്കാൻ പറ്റും. അതിനുശേഷം ഞാൻ ടെക്സ്റ്റ് കോമ്പോസിഷനിൽ പോയിട്ട് പൊസിഷൻ എടുക്കുന്നു. പൊസിഷൻ എടുത്തതിന് ശേഷം ജസ്റ്റ് കീ കൊടുക്കുക. ഒരു സെക്കൻഡൊക്കെ അതിന് ശേഷം ഹോൾഡ് കീ ഫ്രെയിം കൊടുക്കുക. സ്റ്റാർട്ടിങ്ങിൽ വന്നതിന് ശേഷം ഞാൻ ജസ്റ്റ് മുകളിലേക്ക് മൂവ് ചെയ്തു. അപ്പോൾ എനിക്ക് അനിമേഷൻ ഇങ്ങനെ വന്നു. അതിനുശേഷം കുറച്ച് ഹോൾഡ് ചെയ്തു. 4 സെക്കൻഡൊക്കെ അതിന് ശേഷം വീണ്ടും ഹോൾഡ്. 5ാമത്തെ സെക്കൻഡ്സ് ആയപ്പോഴത്തേക്ക് ഞാൻ താഴോട്ട് തന്നെ അങ്ങ് മൂവ് ചെയ്ത് കൊടുത്തു. അപ്പോൾ എനിക്ക് അനിമേഷൻ നടക്കുന്നത് പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ. അപ്പോൾ ജസ്റ്റ് അനിമേഷൻ സ്മൂത്ത് ചെയ്യാൻ വേണ്ടി സെലക്ട് ചെയ്യുന്നു. റൈറ്റ് ക്ലിക്ക്, കീ ഫ്രെയിം അസിസ്റ്റൻറ്റ്, അതിൽ ഈസ് അപ്ലൈ ചെയ്യുന്നു. ഇനി ഞാൻ ഫൈനലിൽ വന്നതിന് ശേഷം ജസ്റ്റ് നോക്കുക. കണ്ടോ, എനിക്ക് അനിമേഷൻ വർക്ക് ചെയ്യുന്നത് 5 സെക്കൻഡ് കഴിയുമ്പോഴത്തേക്ക് ജസ്റ്റ് ഓഫായി പോകും. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇപ്പം ടെക്സ്റ്റിൽ പോയിട്ട് ഈ പറഞ്ഞ ടെക്സ്റ്റിൽ സെലക്ട് ചെയ്തിട്ട് എഫക്ട്സിൽ പോയിട്ട് പെർസ്പെക്റ്റീവിൽ ബിവൽ ആൽഫ
കുറച്ച് ഡെപ്തൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ആ എഫക്ട്സ് കുറച്ചും കൂടെ കണ്ടോ, എഡ്ജ് കുറച്ചും കൂടെ ഒരു ബിവൽ എഫക്റ്റ് പോലെ നമുക്ക് കിട്ടുന്നുണ്ട്. നമുക്ക് കുറച്ച് എഫക്ട്സുകളൊക്കെ നമുക്ക് അഡീഷണലൊക്കെ ആഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഈ സ്റ്റൈലിലേക്ക് നമുക്ക് ഇതിൻ്റെ ആനിമേഷൻ എല്ലാം കൊണ്ടുവരാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനിയും ഇതേപോലുള്ള ടൈപ്പോഗ്രാഫി ആനിമേഷൻസും മോഷൻ ഗ്രാഫിക്സ് ആനിമേഷനുമായിട്ട് അടുത്ത ക്ലാസ്സിൽ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഇനിയും പുതിയ ട്യൂട്ടോറിയലുമായിട്ട് അടുത്ത ക്ലാസ്സിൽ വരുന്നതായിരിക്കും. ഓക്കെ, ബൈ.